അഭിമാന പ്രശ്നം ഓർത്തിട്ട് ആരും പറയാണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ വിഷമെല്ലാം ഉണ്ടാകുന്നു. മഴ തുടങ്ങിയ പിന്നെ വളപ്പിൽ ഇറങ്ങാൻ കഴിയാണ്ടായി. ഈ പണ്ടാരക്കൊത് കടിക്കുന്നല്ല പ്രശ്നം, അരമണിക്കൂർ അവിടെ ചൊറിയണം. കഴിഞ്ഞ ആഴ്ച എടുത്ത പുല്ലെല്ലാം പറിച്ചു കളഞ്ഞു. പിന്നെ ഇത് ഇടുന്ന പൊന്തി വരുന്നു. എന്തെങ്കിലും ആവശ്യത്തിന് നട്ടാൽ നന്നാവൂല, വല്ല തക്കാളിയോ മുളകോ ഇതിടുന്ന അപ്പൊ ഇങ്ങനെ പൊന്തി മുളച്ചു വരുന്നു. നീ എന്താണ് ആത്തുകയറാണ്ട് സ്റ്റെപ്പ് പോകുമ്പോൾ തന്നെ ഇരിക്കുന്നത്? നീനെന്നാ ഇന്ന് പറ്റിയേ? എന്നാ പറ്റിയേ? ഇന്ന് ടീച്ചർ ഒരു കാര്യം പറഞ്ഞു. ഇന്നലെ ഒരച്ഛനും ഒരു കണ്ണാണത്ത അമ്മയും 2 മക്കളും പുഴയെ ചാടി മരിച്ചു എന്ന്. അവരൊരു വാടക വീട്ടിലാണ് താമസിച്ചെന്ന് പോലും. ആ വാടക വീട്ടിൽ നിന്ന് പോകേണ്ടി വന്നപ്പോൾ അവരടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി കാര്യം പറഞ്ഞു. കാര്യം മനസ്സിലാക്കിയ പോലീസ് അവർക്കെല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തതെന്ന്. പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത് 1-ാം തീയതി മുതൽ താമസിക്കാനുള്ള ഒരു പുതിയ വീടും അവർ ശരിയാക്കി കൊടുത്തിരുന്നു. ഞാനും കണ്ടില്ല ആ വാർത്ത. ഉള്ളിൽ വല്ലാണ്ട് കരഞ്ഞുപോയി. ഹോട്ടലിൽ പോയിട്ട് ഇഷ്ടമില്ല ഭക്ഷണമെല്ലാം കഴിച്ച് അടുത്തുള്ള ദേവാലയത്തിൽ പോയിട്ട് പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തിന്. കുറേ ആൾ അവർ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഒന്നും അറിയാത്ത ആ കുഞ്ഞു മക്കൾ ഓടി കളിക്കുന്നത് കാണുമ്പോൾ ഉള്ളിലെ സങ്കടം നിൽക്കുന്നില്ല. അവർക്ക് പുതിയ വീട് ശരിയാക്കി കൊടുത്തതല്ലേ, പിന്നെ എന്തിനാ അവരത് ചെയ്തത്? അവർക്കെല്ലാം ശരിയായി കൊടുത്തിയാണ്. പക്ഷേ ഏതോ ഒരു സമയത്ത് അച്ഛൻ അങ്ങനെ തോന്നിപ്പോയി. അതന്നെ ടീച്ചറും പറഞ്ഞത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അത് പറയാൻ പറ്റുന്ന ഒരാളോട് പറയണം. അതെ, ടീച്ചർ പറഞ്ഞതാ ശരി. പരസ്പരം പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും മനുഷ്യനില്ല. അഭിമാന പ്രശ്നം ഓർത്തിട്ട് ആരും പറയാണ്ടിരിക്കുമ്പോൾ ഇങ്ങനത്തെ ഓരോ വിഷമെല്ലാം ഉണ്ടാകുന്നു. മോളെണിക്ക് യൂണിഫോം മാറ്റിയിട്ട് ഒരു ചായ കുടിക്കും. പോയി ചായ കുടിക്കും. ഹലോ, ഏട്ടാ പറഞ്ഞോ. കുറിൻ്റെ പൈസ ഞാൻ എത്തിക്കാപ്പാ. അത് കുറച്ച് പണീൻ്റെ എല്ലാം ചെറിയൊരു വിഷമമായി പോയിന്, അതുകൊണ്ടാണ്. എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ മാസത്തെയും ബാക്കിയുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്. രണ്ടും കൂടി എത്തിക്കാപ്പം. 2 ആഴ്ച ഒരു പണി തീരില്ല, അതുകൊണ്ടാണ്. എത്തിക്കുക. എനിക്ക് ഓർമ്മയുണ്ടപ്പാ. കഴിഞ്ഞ മാസത്തെയും ബാക്കിയുണ്ട്, എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങളിതെല്ലാവരോടും പാടി നടക്കാനും നിൽക്കണ്ട, എനിക്ക് ഓർമ്മയുണ്ട്. പൈസ എത്തിക്കുക. മനുഷ്യൻ്റെ വിഷമം കൊണ്ടല്ലേ. അഭിമാന പ്രശ്നം അതെല്ലാവർക്കും ഒരു പ്രശ്നം തന്നെയാണ്.